അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം അന്ന് പോകാൻ പറ്റിയില്ല. പിറ്റേന്ന് ഞങ്ങളൊന്ന് കയറിയപ്പോഴത്തേക്കിനും അവിടെ കുറേ നാരങ്ങ അവിടെ നിന്ന് കിട്ടി. അപ്പോൾ അതൊന്ന് വെള്ളയ്ക്ക് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ലത്. ഇത് ഇച്ചിരി ചാറായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ ചാറൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ നല്ലതാണ്. വെളുത്തുള്ളിയും കാന്താരിമുളകും കറിവേപ്പിലയും ഉലുവാപ്പൊടിയും കായും എല്ലാം കൂടെ ചേർത്ത് എളുപ്പ വഴിയിൽ ഞാൻ ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ടാൽ മതി ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. പിന്നെ നമ്മൾ മീനായിട്ട് മേടിച്ചിരിക്കുന്നത് മങ്കട വെട്ടി കൊണ്ടുവന്നത്. അപ്പം 2-3 ദിവസത്തേക്കുള്ള മീനുണ്ട് ഒരുമിച്ച് മേടിച്ചത്. വെട്ടിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് സൗകര്യമുണ്ട്. ഇത് പെട്ടെന്ന് കഴുകി വാരി എടുത്താൽ മതിയല്ലോ. അപ്പം നമ്മുടെ നാരങ്ങയുടെ ഫൈനൽ ലുക്ക് ഇതാട്ടോ. അടിപൊളി നാരങ്ങയായിരുന്നു. കഞ്ഞി കുടിക്കാനാണ് ഇത് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് എനിക്ക് ബ്യൂട്ടി പാർലറിലൊന്ന് പോകണം. കല്യാണം എന്ന് പറഞ്ഞില്ലേ, അമ്മാവി ഇറങ്ങണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ബ്യൂട്ടി പാർലറിൽ പോയി ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്യണം. അപ്പം ഇന്നലത്തെ കുറച്ച് മീനുണ്ടായിരുന്നു, ഞാനത് പറ്റിച്ച് വെച്ചു. അപ്പം മീൻ കൂട്ടാൻ ഇരിക്കുന്നുണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മങ്കട കുറച്ചെടുത്ത് വറക്കാവുന്ന. അങ്ങനെ മങ്കട കുറച്ചെടുത്ത് വറുത്തു. പിന്നെ ഇത് ഒഴിച്ചു കൂട്ടാനായിട്ട് വെച്ചത് ഞാൻ വറ്റൽമുളക് വറുത്ത് എടുത്ത് ഞെവിടി എടുക്കുന്ന ഒരു രസമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഇടാം. പിന്നെ ഇവിടെ കുറച്ച് പച്ച കളറിലെ വഴുതനങ്ങ നിന്ന് മുറ്റു കേട്ടോ. ഇന്ന് പിച്ച നാളെ പിച്ചെന്നും പറഞ്ഞ് ഇരുന്നിരുന്ന് അത് മുറ്റാറായി. അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടെ പിച്ച് അങ്ങ് മെഴുക്ക് വരട്ടാന്ന്. കുറേ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല, ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ചെയ്യത്തില്ല. ഡെയിലി നമ്മൾ വെള്ളം കോരും, അല്ലാതെ ഇതിന് ഒന്നും വളം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഈ വഴുതനങ്ങ ഇട്ടിരിക്കുന്നത്. എനിക്ക് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പച്ച കളർ വഴുതനങ്ങ എനിക്കിഷ്ടമല്ല. എനിക്ക് വഴുതനങ്ങ എൻ്റെ ഫേവററ്റ് വെജിറ്റബിളാണ്. പക്ഷേ വയലറ്റ് കളറിലെ വഴുതനങ്ങ എനിക്കിഷ്ടം. അത് പിന്നെ സാമ്പാറിനകത്ത് ഒക്കെ ഇട്ട് അതൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഇങ്ങനെ മെഴുക്ക് വരട്ടി ഈ വഴുതനങ്ങ വെക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇവിടെ പിള്ളേർക്കാണെങ്കിലും മീൻ വറക്കുന്നത് പോലെയൊക്കെ എടുത്തു കൊടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത്യാവശ്യം വെണ്ടയ്ക്ക രാവിലെ ഞാൻ 2-3 വെണ്ടയ്ക്ക ഉള്ളത് പിച്ചിയായിരുന്നു. ഇനിയിപ്പോൾ എല്ലാം ആയി വരണം. അങ്ങനെ മീനും വറുത്തു മെഴുക്ക് വരട്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫേഷ്യൽ ചെയ്യാനായിട്ട് എന്നോട് 4 മണിക്ക് 10 മണിക്ക് ചെല്ലാമെന്ന് ചോദിച്ചു. 10 മണിക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്ക് അപ്പോയിൻമെൻറ്റ് തന്നേക്കുന്നത്. അപ്പോൾ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കല്യാണ വീട്ടിലൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം കൂടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കല്യാണ വീട്ടിലോട്ടങ്ങ് പോയി. പിന്നെ അവിടെ കല്യാണ വീടാകുമ്പോൾ അവിടെ കുറേ ജോലികളൊക്കെ ഉണ്ടല്ലോ, പന്തലിൻ്റെ പണിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വന്നും പോയി ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പുറത്തെ വീട്ടിലെ കൊച്ചു പയ്യനാണ് ആ തറയോടിനൊക്കെ പെയിൻറ്റ് ചെയ്ത് ആ പയ്യനുണ്ട് അവിടെ നിന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ടല്ലേ. രണ്ടായാലും അവിടുന്ന് ഇറങ്ങിയപ്പോൾ രാത്രിയായി കേട്ടോ. ശരിക്കും രാത്രിയായിപ്പോയി. ഫേഷ്യൽ ചെയ്യാൻ പറ്റിയില്ല. പിറ്റേന്ന് ആവട്ടെന്ന് വിചാരിച്ചു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അന്നങ്ങ് ലേറ്റായിപ്പോയി. അന്ന് രാത്രിയായി കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം. പിന്നെ പിറ്റേന്നാണ് ഞാൻ ഫേഷ്യൽ ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്നത്. എനിക്ക് ഫേഷ്യൽ ചെയ്യണം, പിന്നെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം, പിള്ളേർക്കും മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിരികം ത്രെഡിങ്ങിൻ്റെയും ഫേഷ്യലിലൊന്നും വീഡിയോസ് എടുത്തില്ല. കാരണം വീഡിയോ എടുത്തു തരാൻ ഒന്നാമത് ആരുമില്ല. അന്ന് ഇവർ അച്ഛൻ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോയിരുന്നത്. പിന്നെയാണ് വന്നത്. അപ്പം 2 മണിക്കൂർ 2-2.5-3 മണിക്കൂർ ബ്യൂട്ടി പാർലർ താമസമുണ്ടായിരുന്നു ഞങ്ങൾക്ക് 3 പേർക്ക് കൂടെ. അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഫോൺ ഓഫായിപ്പോയി. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇവർ അച്ഛൻ വന്നതിന് ശേഷമാണ് മുടിയൊക്കെ വെട്ടുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നത്. എൻ്റെ മുടി വെട്ടി തീരാറായപ്പോഴേ ഇവർ അച്ഛൻ വന്നത്. പിന്നെ കുറച്ച് വീഡിയോസ് എൻ്റെ കിട്ടി. ഇതെന്ത് ചെയ്യും എന്നെ ഇത് എന്നെ ചെയ്യുമെന്നറിയാമോ? ഇത് എൻ്റെ തലമുടി ഷാമ്പൂ ഇടുക. ഞാൻ ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ വട്ടം ഞാൻ ബ്യൂട്ടി പാർലറിൻ്റെ പടി കയറുന്നത്. ഒന്ന് കല്യാണത്തിന് മുന്നേ ഫേഷ്യൽ ചെയ്യാനും ത്രെഡ് ചെയ്യാനും. അന്ന് ഞാൻ കരഞ്ഞ് നിലവിളിച്ചതിന് കയ്യും കണക്കുമില്ല പിരിയം ത്രെഡ് ചെയ്യുന്നതിന്. സത്യമായിട്ട് എനിക്ക് പേടിയായിട്ടാണ് ഞാൻ പിന്നീട് പോകാഞ്ഞത്. ഇപ്പോൾ പിന്നെ നമ്മൾ വീറും വൃത്തിയായിട്ട് ഒരുങ്ങിയല്ലേ പറ്റൂ. കാലത്തിനനുസരിച്ച് നമ്മുടെ കോലം മാറ്റിയല്ലേ പറ്റൂ. അപ്പോൾ ഞാനും അതിനനുസരിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മുടിയൊന്നും ഇങ്ങനെ മുറിച്ച് കളയത്തില്ലായിരുന്നു. അങ്ങനെ പിരിയം ത്രെഡ് ചെയ്തപ്പോഴും ഫേഷ്യൽ ചെയ്ത് എൻ്റെ മുഖത്താണെങ്കിൽ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, മാട, കോട, ചക്ക, തേങ്ങയെന്നും പറഞ്ഞ് മോറച്ചും കുരു അതും ഇതൊക്കെ ആയിരുന്നു ഗൈസ്. എന്തൊരു വേദനയാണെന്ന് അറിയുമ്പോൾ ഇതെല്ലാം എടുത്തപ്പോൾ. ഇതുകൊണ്ടാണ് ഞാൻ ഈ ബ്യൂട്ടി പാർലറിൽ പോകാത്തത്. എനിക്കിങ്ങനെ വേദന സഹിക്കാൻ വയ്യ. പക്ഷെ നമ്മൾ സ്ഥിരം പൊയ്ക്കൊണ്ടിരുന്നാൽ ഇതൊന്നും ഒരു കാര്യമല്ല. അങ്ങനെ ഞങ്ങളുടെ 3ൻ്റെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. അതുകൊണ്ട് ആഷ്മിയുടെ ലുക്ക് നോക്കിയേ. ആഷ്മിയുടെ ഫൈനൽ ലുക്കാണിത്. ഇത് വീഡിയോ ഇട്ടപ്പോൾ തിരിഞ്ഞു പോയി. ആദ്യം എൻ്റെ ആയിരുന്നു ചെയ്തത് കേട്ടോ. ആദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു അച്ഛൻ വന്നത്. കുറച്ച് എൻ്റെ ഫോണിൽ എടുത്തായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ അവിടെ ഫോൺ ചാർജിലിട്ടായിരുന്നു. കുറച്ച് ഞാൻ എൻ്റെ എടുത്തായിരുന്നു. ലാസ്റ്റ് ആഷ്മിയുടെ ചെയ്തത്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയത് പോലെ. കുഴപ്പമില്ല, ബ്യൂട്ടി പാർലർ ഇപ്പോൾ ആരായാലും ഏതായാലും ഒന്നാമത് ഞാൻ നീന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എവിടെ ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് വിഷയമില്ല. ഞാൻ 3ാമതായിക്കോട്ടെ. ആദ്യം ആഷ്മി ഇരുന്നോട്ടെ. ആഷ്മി ശരിക്കും 3ാമതായി. ആദ്യം ആഷ്മി ഇരുന്നോട്ട്.
അപ്പോൾ ഈ സംഭവമൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ തലയിൽ ഈ സംഭവമൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇവർ അച്ഛൻ വന്നത്. പിന്നെ അച്ഛൻ്റെ ഫോണിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അച്ഛന് പണ്ടിങ്ങനെ മുടിയൊന്നും മുറിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, മുടി തോനെയുള്ളതാണ് ഇഷ്ടം. പക്ഷെ എൻ്റെ മുടിയൊക്കെ അങ്ങ് ചീത്തയായി പോയായിരുന്നു. എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ. ബ്യൂട്ടി പാർലറൊക്കെ പോയി നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പം കാണാനൊക്കെ ഒരു ലുക്കുണ്ട്. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ഫൈനലി ചിരി വന്നു പോയി കേസ്, ഞാൻ തന്നെയാണോ ഇതെന്നും പറഞ്ഞ്. മുടി മുറിച്ചത് കണ്ടിട്ട് ഒരു അച്ഛൻ വഴക്കുറയെന്നാണ് ഞാൻ വിചാരിച്ചേട്ടോ. ഞാനൊരു നോട്ടം നോക്കിയാൽ പറഞ്ഞു കൊള്ളാവുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന്. അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ. കാരണം എന്താണെന്നറിയാമോ, കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നാണ് എന്നെയും കൊണ്ട് ബ്യൂട്ടി പാർലറിൻ്റെ പടി ചവിട്ടുന്നത്. വേറെ ഏതെങ്കിലും ഭാര്യമാരാണെങ്കിൽ ഇങ്ങനെയാണോ? ഞാനായിട്ടല്ലേ ഇതുവരെ ബ്യൂട്ടി പാർലറിൽ പോകാഞ്ഞത്. അപ്പം കൊള്ളാമെന്ന് പറഞ്ഞല്ലേ പറ്റൂ. ഇനി ഇതിപ്പോൾ സ്ഥിരം പരിപാടിയാക്കാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പം ഇതുപോലെ ആരുടെയും കല്യാണം വരുമ്പോഴെങ്ങാനും ഒന്ന് പോകണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കല്യാണം വന്നപ്പം പോയത് എനിക്ക് അമ്മാവി ഇറങ്ങേണ്ടത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാനിങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല. ഫേഷ്യലൊന്നും ഞാനൊന്നും ചെയ്യത്തൊന്നുമില്ല. എനിക്ക് പൈസയൊക്കെ ഒരുപാടാവും, അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തോ മടിയാണ്. അപ്പോൾ വീട്ടിൽ വന്നപ്പം പിള്ളേർ പറയും വന്നേ, അമ്മ ഇന്നലെ വരെ അമ്മയുടെ മുഖം ഒരു കാശിനും കൊള്ളത്തില്ലെന്ന്, ഇപ്പം അമ്മയെ കാണാൻ എന്ത് രസമാണ്. പക്ഷേ ഞാൻ തന്നെ എന്നെ ഓർത്തങ്ങ് അഭിമാനം കൊണ്ട നിമിഷമായിരുന്നത്. എന്നോട് ഫേഷ്യൽ ചെയ്തപ്പോൾ ആ കൊച്ചു പറഞ്ഞ് മാസത്തിലും വന്ന് ചെയ്യാൻ. എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് ചെയ്ത് തരുമോ എങ്കിൽ ഞാൻ വരാമെന്ന്. കാരണം മാസത്തിൽ 1000 രൂപയൊക്കെ കൊടുത്ത് ഫേഷ്യൽ ചെയ്യേണ്ട കാര്യമൊന്നും ഈ പ്രായത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ കൊച്ചു പറഞ്ഞ മുഖം, അവർ പറയുന്നത് കാര്യമാണ്. കാരണം മുഖം നല്ല വൃത്തിയായിട്ടിരിക്കും. സംഭവം ഓക്കെയാണ്. നോക്കട്ടെ, ഒക്കുവാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ചെയ്യാം, അല്ലയോ? ചുമ്മാ അതൊരു ജീവിതമല്ലേ ഉള്ളൂ. ഇങ്ങനെ വെറും വൃത്തിയായിട്ടൊക്കെ നടക്കണ്ടേ മനുഷ്യന്? തന്നെയല്ല, ബ്യൂട്ടി പാർലർ മാറ്റി പിടിച്ചിക്കേണ്ടി വരും അടുത്ത പ്രാവശ്യം വരുമ്പോൾ. കാരണം ഇവിടെ ഫേഷ്യൽ ചെയ്തെന്ന് കൊച്ചിന് മൊത്തം ഇംഗ്ലീഷേ പറയൂ കേട്ടോ. എനിക്ക് ആകെപ്പാടെ ഒരു കാര്യം മാത്രം മനസ്സിലായോ എന്നെൻ്റെ അടുക്കാണ് ചോദിച്ചത്. അത് മലയാളത്തിലായതുകൊണ്ട് മാത്രമേ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം ഫേഷ്യൽ ചെയ്യുമ്പോൾ ഞാനിനി ബ്യൂട്ടി പാർലറിൽ കൂടെ മാറ്റേണ്ടുന്ന അവസ്ഥയാണെന്ന് തോന്നുന്നു. കാരണം ഇംഗ്ലീഷുകാരുടെ അടുത്തൊന്നും നമുക്ക് ശരിയാവത്തില്ല. ഇംഗ്ലീഷൊക്കെ പറഞ്ഞാൽ കേട്ടാൽ മനസ്സിലാവും. പക്ഷേ നമ്മൾ മറുപടി പറയാൻ ഞാൻ അത്ര അങ്ങോട്ട് വലിയ ആളൊന്നുമല്ല. വലിയ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്ന ആളൊന്നുമല്ല. എനിക്ക് കേട്ടാൽ മനസ്സിലാവും കേട്ടോ. ഇംഗ്ലീഷൊക്കെ കേട്ടാൽ എനിക്ക് മനസ്സിലാവും. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ പിള്ളേരെ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച് എൻ്റെ കൂടെ കൊണ്ട് നടത്തുന്നത് എവിടെ പോയാലും. അതിങ്ങനെ ആവശ്യത്തിന് കിട്ടത്തില്ല. എങ്ങാണ്ട് പോയിരുന്ന് ചുമ്മാതെ മൂലയിലെങ്ങാണ്ട് പോയിരിക്കുകയെന്ന്. എന്നാൽ എൻ്റെ അടുക്ക് വന്ന് നിൽക്കേണ്ടത്, എന്തെങ്കിലല്ലേ അവർ ചോദിക്കാനൊക്കെ മറുപടി അറിയാൻ പറ്റും. ഈ പിള്ളേരൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിക്കുന്നത് വെറുതെയാണ്. എനിക്കൊരു ഉപകാരവും ഇല്ല. എൻ്റെ അസിസ്റ്റൻ്റായിട്ട് എവിടെ പോലും കൊണ്ടു നടക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്.